വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ PSC ഇൻ ടെക്സ്റ്റ് ബുക്ക് ക്രാക്കർ സീരീസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഓൾറെഡി 9ാം ക്ലാസ്സിൻ്റെ ബയോളജി ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സസ് അപ്ലോഡ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ബാലൻസ് ക്ലാസ്സാണ്. അപ്പോൾ ഇതുവരെയും ആ ക്ലാസ് ഒന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്ലേലിസ്റ്റിൽ പോവുക. നിങ്ങൾ പ്ലേലിസ്റ്റ് നോക്കുമ്പോൾ കുറേ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ടെക്സ്റ്റ് ബുക്ക് ക്രാക്കർ സ്റ്റാൻഡേർഡ് 9 എന്നുള്ളത് കുട്ടികൾക്ക്, അതായത് ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്ക് പ്രത്യേകിച്ചും ഉള്ള ക്ലാസ്സസ് ആണ് കേട്ടോ. അപ്പോൾ അത് നോക്കുക. അതുപോലെ തന്നെ ഈ ചാനലിലെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് മാക്സിമം ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നമ്മളിതിന് മുന്നേ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്? എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്കൊക്കെ കിട്ടി പഠിച്ച് തുടങ്ങി എന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നു. ഇല്ലേ, നമ്മൾ പിഗ്മെൻറ്റ്സ് ഇൻ ലീവ്സിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ കെമിസ്ട്രി ഓഫ് ഫോട്ടോസിന്തസിസ്, പ്രകാശ സംശ്ലേഷണത്തിൻ്റെ രസതന്ത്രം എന്ന് വെച്ചാൽ ഫോട്ടോസിന്തസിസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് പറഞ്ഞു. കാൽവിൻ സൈക്കിൾ പറഞ്ഞു, ഇല്ലേ? അങ്ങനെ ഫോട്ടോസിന്തസിസുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു, ഇല്ലേ? ഇനിയിപ്പോൾ ഇവിടെ നോക്കിയാട്ടെ, നിങ്ങളുടെ കൂട്ടുകാരൻ ഒരു കുട്ടി ഇവിടെ നിന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇഫ് ഗ്ലൂക്കോസ് ഈസ് വാട്ട് ഓൾ പ്ലാന്റ്സ് പ്രിപ്പയർ, ദെൻ ഹൗ കുഡ് വി ഗെറ്റ് സ്റ്റാർച്ച്, പ്രോട്ടീൻ ആൻഡ് ഫാറ്റ് ഫ്രം വെജിറ്റബിൾ ഫുഡ് ഐറ്റംസ്, ഇല്ലേ? നമ്മൾ പറഞ്ഞു ഫോട്ടോസിന്തസിസിൻ്റെ ഫലമായിട്ട് ഗ്ലൂക്കോസും ഓക്സിജനുമാണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കുട്ടി ചോദിക്കുക, ഈ പ്ലാന്റ്സ് ഒക്കെ ഗ്ലൂക്കോസ് ആണ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഈ വെജിറ്റബിൾസിൽ നിന്ന് നമുക്ക് സ്റ്റാർച്ചും പ്രോട്ടീനും ഫാറ്റും ഒക്കെ കിട്ടുന്നത്, ഇല്ലേ? അത് ജെന്യൂനായിട്ടുള്ളൊരു സംശയമാണ്. നമുക്കപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമുക്കതിനുള്ള ആൻസർ പഠിക്കാം. അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് നോക്കാം. ഒരു ഇലിസ്ട്രേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്കത് അനലൈസ് ചെയ്തിട്ടാണ് നോക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്കറിയാം ഗ്ലൂക്കോസ് ആണ് ഫോട്ടോസിന്തസിസിൻ്റെ പ്രോഡക്റ്റിൽ ഒന്ന്, പിന്നെ ഒന്ന് ഏതാണ്? ഓക്സിജനാണ്. ഇനി ഓരോ കാര്യങ്ങളായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. സിൻസ് ഗ്ലൂക്കോസ് ഈസ് ഈസിലി സോലുബിൾ ഇൻ വാട്ടർ, ഇറ്റ് കനോട്ട് ബി സ്റ്റോർഡ് ഇൻ പ്ലാന്റ് ബോഡി. കണ്ടോ, ഗ്ലൂക്കോസ് ഈസിലി സോലുബിൾ ആണ്, പെട്ടെന്ന് ലയിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പ്ലാന്റ് ബോഡിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? കനോട്ട് ബി സ്റ്റോർഡ്, അത് സൂക്ഷിച്ചു വെക്കാൻ കഴിയില്ല. നമുക്കറിയാം സസ്യങ്ങൾ ആഹാരം പാചകം ചെയ്യുന്നുണ്ട് അതിൻ്റെ ലീഫിൽ, അതുപോലെ തന്നെ അത് എന്ത് ചെയ്യുന്നുണ്ട്? അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അതാണ് നമ്മൾ ഇന്ന് അടിച്ച് മാറ്റിയിട്ട് നമ്മൾ ചോറും കറിയൊക്കെ വെച്ചിട്ട് കഴിക്കുന്നത്, അല്ലേ? അപ്പോൾ ഗ്ലൂക്കോസിൻ്റെ പ്രത്യേകത എന്താണ്? ഗ്ലൂക്കോസ് ഈസ് ഈസിലി സോലുബിൾ ഇൻ വാട്ടർ, ദെയർഫോർ ഗ്ലൂക്കോസ് കനോട്ട് ബി സ്റ്റോർഡ് ഇൻ പ്ലാന്റ് ബോഡി. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ദെയർഫോർ, അതുകൊണ്ട് തന്നെ പ്ലാന്റ്സ് സ്റ്റോർ ഗ്ലൂക്കോസ് ഇൻ ദ ഫോം ഓഫ് ഇൻസോലുബിൾ സ്റ്റാർച്ച് ഇൻ ലീവ്സ്. കണ്ടോ, പ്ലാന്റ്സ് എന്താ ചെയ്യുന്നതെന്ന് കണ്ടോ? അപ്പോൾ ഗ്ലൂക്കോസ് എന്താണ്? ഈസിലി സോളുബിൾ ആണ്. അതുകൊണ്ട് തന്നെ പ്ലാന്റ്സ് എന്ത് ചെയ്യും? ഗ്ലൂക്കോസിനെ ഏത് ഫോമിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? സ്റ്റാർച്ചിൻ്റെ രൂപത്തിലാണ്. സ്റ്റാർച്ചിൻ്റെ പ്രത്യേകത ഇൻസോലുബിൾ ആണ് സ്റ്റാർച്ച്. മനസ്സിലായോ? അപ്പം നീഡ് ഓഫ് കൺവേർട്ടിങ് ഗ്ലൂക്കോസ് ടു സ്റ്റാർച്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടത് എന്താണെന്ന് മനസ്സിലായോ? അറിയാം, ഗ്ലൂക്കോസ് ഈസ് ഈസിലി സോലുബിൾ ഇൻ വാട്ടർ, സോ ഇറ്റ് കനോട്ട് ബി സ്റ്റോർഡ് ഇൻ പ്ലാന്റ് ബോഡി, ദെയർഫോർ പ്ലാന്റ്സ് സ്റ്റോർ ഗ്ലൂക്കോസ് ഇൻ ദ ഫോം ഓഫ് ഇൻസോലുബിൾ സ്റ്റാർച്ച് ഇൻ ലീവ്സ്. അത്രയും മനസ്സിലായല്ലോ? ഇനിയും എങ്ങനെയാണ് ഈ പ്ലാന്റ്സ് സ്റ്റാർച്ചിനെ യൂട്ടിലൈസ് ചെയ്യുന്നതെന്ന്, ഉപയോഗിക്കുന്നത്? അപ്പോൾ നമ്മൾ മനസ്സിലായി ഗ്ലൂക്കോസ് സോലുബിളാണ്, അതുകൊണ്ട് തന്നെ സസ്യങ്ങൾ സ്റ്റാർച്ചിൻ്റെ രൂപത്തിലാണ് എന്ത് ചെയ്യുന്നത്? സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇനി എങ്ങനെയാണ് ഈ സ്റ്റാർച്ചിനെ സസ്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതെന്ന് നമുക്ക് നോക്കാം. Plants utilize starch as a source of energy for life activities and to prepare substances required for growth. അതായത് പ്ലാന്റ്സ്, സസ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ സ്റ്റാർച്ചിനെ അവരുടെ എല്ലാ ജീവൽ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായിട്ടുള്ള ഒരു എനർജി സോഴ്സായിട്ടാണ് എന്തിനെ യൂസ് ചെയ്യുന്നത്? സ്റ്റാർച്ചിനെ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവരുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള എന്തൊക്കെ സബ്സ്റ്റൻസ് ഉണ്ടോ അതെല്ലാം എന്ത് വെച്ചിട്ടാണ്? സ്റ്റാർച്ച് വെച്ചിട്ടാണ് അവർ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇൻഡിക്കേറ്ററിനകത്തുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ്, അതുകൊണ്ടാണ് ഞാനതിങ്ങനെ ബ്രാക്കറ്റിനകത്ത് ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മെത്തേഡ്സ് ബൈ വിച്ച് പ്ലാന്റ്സ് യൂട്ടിലൈസ് സ്റ്റാർച്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസേഴ്സ് എഴുതേണ്ടത് ഇതാണ്. മനസ്സിലായോ? Plants utilize starch as a source of energy for life activities and to prepare substances required for growth. അത്രയും മനസ്സിലായല്ലോ? ഇനി നമുക്ക് അടുത്തതും കൂടി നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഗ്ലൂക്കോസിനെ സ്റ്റാർച്ചായിട്ട് കൺവേർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. സ്റ്റാർച്ച് എല്ലാ ലൈഫ് ആക്ടിവിറ്റീസിനും അതുപോലെ തന്നെ ഗ്രോത്തിനും വേണ്ടിയിട്ടുള്ള സബ്സ്റ്റൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു. ഇനിയും അപ്പോഴും നമുക്ക് ഡൗട്ടുണ്ട്, എങ്ങനെയാണ് പ്രോട്ടീൻ, എങ്ങനെയാണ് ഫാറ്റ്, എങ്ങനെയാണ് ഫ്രക്ടോസ്, സൂക്രോസ് എന്നൊക്കെ കൊണ്ട് ഡൗട്ട് നമ്മുടെ മനസ്സിലുണ്ട്, അങ്ങനെ കൺവേർട്ട് ചെയ്യുന്നതെന്നില്ലേ? സ്റ്റാർച്ച് ഈസ് ലേറ്റർ കൺവേർട്ടഡ് ടു. അപ്പോൾ നമുക്കറിയാം പ്ലാന്റ്സ് ഗ്ലൂക്കോസിനെ സ്റ്റാർച്ചായിട്ട് കൺവേർട്ട് ചെയ്തു. പിന്നെ എങ്ങനെയാണ് ബാക്കിയുള്ള സാധനം? അതാണ് പറയാൻ പോകുന്നത്. സ്റ്റാർച്ച് ഈസ് ലേറ്റർ കൺവേർട്ടഡ് ടു സൂക്രോസ് and is transported through
phloem to various plant parts and stored there in different forms. മക്കളെ, നമ്മൾ ഈ 8ാം ക്ലാസ്സിൻ്റെ ബയോളജിയിൽ നമ്മൾ വാസ്കുലർ ടിഷ്യൂസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. സംവഹന കലകൾ ഏതൊക്കെയാണ്? സൈലവും ഫ്ലോയവുമാണ് വാസ്കുലർ ടിഷ്യൂസ്. അതിൽ നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞ കാര്യമാണ് ഫ്ലോയം എന്തിനെ കൊണ്ടുപോകുന്നുണ്ട്? ഫുഡിനെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു, നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിട്ടില്ല, ഓൾറെഡി ഞാൻ 8ൻ്റെ ബയോളജിയുടെ ക്ലാസ് ഇട്ടിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് പറഞ്ഞതാണ്. ഫ്ലോയം ഫുഡ് കൊണ്ടുപോകുന്ന പറയത്തിൽ നമുക്ക് ഒരു പ്രാസമുണ്ട് ഒരേപോലെ, എന്താ ഫ്ലോയം ഫുഡ് കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ സൈലം വാട്ടറും ന്യൂട്രിയൻസും ഒക്കെയാണ് കൊണ്ടുപോകുന്നതെന്നുള്ളത് അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ സ്റ്റാർച്ചിനെ സൂക്രോസായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ആ സൂക്രോസിനെ ഫ്ലോയം എന്ത് ചെയ്യും? സസ്യങ്ങളുടെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. അവിടെ പല രൂപത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യും. മനസ്സിലായോ? അപ്പോൾ ഫോട്ടോസിന്തസിസിൻ്റെ ഫലമായിട്ട് ഗ്ലൂക്കോസ് ഉണ്ടാകുന്നുണ്ട്. ഗ്ലൂക്കോസ് സോലുബിൾ ആയതുകൊണ്ട് തന്നെ സ്റ്റാർച്ചായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഈ സ്റ്റാർച്ചിനെ പിന്നീട് സൂക്രോസായിട്ട് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് ഈ സൂക്രോസിനെ ഫ്ലോയം എന്ത് ചെയ്യും? പ്ലാന്റിൻ്റെ ഡിഫറെൻറ്റ് പാർട്സിലോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ഫോംസിൽ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യും. മനസ്സിലായോ? ഇനി ഓരോ പ്ലാന്റിലും ഏത് രൂപത്തിലാണ് ഇത് ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ടിക്കറ്റ് വെച്ചിരിക്കുന്ന ഒരു ബ്രാക്കറ്റിനകത്ത് എന്താ? ഹൗ ഈ സ്റ്റാർച്ച് സ്റ്റോർഡ് ഇൻ ലീവ്സ് റീച്ചസ് അതർ പ്ലാന്റ് പാർട്സ്. അതിൻ്റെ ആൻസറാണ് ഈ ഒന്ന് ഞാൻ ടിക്ക് ചെയ്തത്. ഹൗ ഈ സ്റ്റാർ സ്റ്റോർഡ് ഇൻ ലീവ്സ് റീച്ചസ് അതർ പ്ലാന്റ് പാർട്സ്. അതിൻ്റെ ആൻസറാണ് ഈ ഒരു ബ്രാക്കറ്റിനകത്ത് ഇട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനിയും അടുത്ത് പഠിക്കാം സ്റ്റോറേജ് ഓഫ് ഫുഡ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ പ്ലാന്റ്സ് ആണ് അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓരോ സസ്യങ്ങളുടെയും ഭാഗങ്ങളിൽ എങ്ങനെയൊക്കെയാണ് അത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ ഒരു ഇലിസ്ട്രേഷൻ ഒരു എക്സാമിന് ചോദിക്കുന്നതാണ് നിങ്ങൾക്ക്. അപ്പോൾ ഫോട്ടോസിന്തസിസിൻ്റെ ഫലമായിട്ട് നോക്കിയിട്ട് ഒരു ആരോ മാർക്ക് നമുക്ക് നോക്കാം. ഫോട്ടോസിന്തസിസിൻ്റെ ഫലമായിട്ട് ഗ്ലൂക്കോസ് ഉണ്ടാകുന്നുണ്ട്. ഗ്ലൂക്കോസിനെ പിന്നെ സ്റ്റാർച്ചായിട്ട് കൺവേർട്ട് ചെയ്യും. സ്റ്റാർച്ചിനെ സൂക്രോസായിട്ട് കൺവേർട്ട് ചെയ്യും. സ്റ്റാർച്ച് ഈസ് കൺവേർട്ടഡ് ടു സൂക്രോസ്. ഇറ്റ് ഈസ് ട്രാൻസ്പോർട്ടഡ് ത്രൂ ഫ്ലോയം ടു വേരിയസ് പ്ലാന്റ് പാർട്സ് ആൻഡ് സ്റ്റോർഡ് ഇൻ ഡിഫറെൻറ്റ് ഫോംസ്. ദെൻ മെറ്റബോളിക് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അതിനുശേഷം എങ്ങനെയാണ് ഓരോ പ്ലാന്റിൻ്റെ പാർട്സിലും ഫുഡ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നതാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ്. അത് പഠിക്കാനും എളുപ്പമാണ് കേട്ടോ, വളരെ എളുപ്പമാണ്. നോക്കിയാട്ടെ, ട്യൂബേഴ്സിൽ കിഴങ്ങ് വർഗ്ഗങ്ങളിൽ എങ്ങനെയാണ് ഫുഡ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്? സ്റ്റാർച്ചിൻ്റെ രൂപത്തിലാണ് കേട്ടോ. ട്യൂബേഴ്സിൽ സ്റ്റാർച്ചിൻ്റെ രൂപത്തിലാണ്. ലെഗ്യുമിനസ് പ്ലാന്റ്സിൽ പ്രോട്ടീൻ്റെ രൂപത്തിലാണ്, മാംസ്യങ്ങളായിട്ടാണ് കേട്ടോ. ലെഗുംസിലാണ് എന്താ പ്രോട്ടീനായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. ഓയിൽ സീഡ്സിൽ എന്താണ്? ഫാറ്റായിട്ടാണ്. ഫ്രൂട്ട്സിൽ ഫ്രക്ടോസ് ആയിട്ടാണ്, FF എന്ന് ഓർത്ത് വെക്കാം. അതുപോലെ തന്നെ ഷുഗർ കെയിനിൽ സൂക്രോസ് ആയിട്ടാണ്. മനസ്സിലായോ? ഓരോ സസ്യങ്ങളുടെ ഭാഗങ്ങളിലും എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്? ട്യൂബേഴ്സിൽ സ്റ്റാർച്ച്, ലെഗ്യൂംസിൽ പ്രോട്ടീൻസ്, ഓയിൽ സീഡ്സിലെ ഫാറ്റ്. നമുക്കറിയാം എണ്ണക്കുരുക്കളിൽ കൊഴുപ്പുണ്ട് എന്നുള്ളത് വെച്ചിട്ട് നമുക്കത് ഓർത്തിരിക്കാവുന്നതേ ഉള്ളൂ. ഓയിൽ സീഡ്സിലെ ഫാറ്റാണ്. പിന്നെ ഫ്രൂട്ട്സിൽ ഫ്രക്ടോസ്. ഫ്രൂട്ട്സിൽ എന്താണ്? ഫ്രക്ടോസ്. ഷുഗർ കെയിനിൽ എന്താണ്? സൂക്രോസ്. അത് എളുപ്പമാണല്ലോ. അപ്പോൾ ട്യൂബേഴ്സിൽ എന്താണ്? സ്റ്റാർച്ച്. ലെഗ്യൂംസിൽ എന്താണ്? പ്രോട്ടീനാണ്. ഓയിൽ സീഡ്സിൽ എന്താണ്? ഫാറ്റാണ്. ഫ്രൂട്ട്സിൽ ഫ്രക്ടോസ് ആണ്. ഷുഗർ കെയിനിൽ സൂക്രോസ് ആണ്. നമുക്കറിയാമല്ലോ, ഇല്ലേ ഈ വർക്കൗട്ട് ചെയ്യുന്നവരും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പയർ ഇങ്ങനെ മുളപ്പിച്ചൊക്കെ കഴിക്കുമല്ലോ, പ്രോട്ടീന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ലെഗ്യൂംസിൽ പ്രോട്ടീനായിട്ടാണ്, ഓർത്ത് വെക്കണം. ഓയിൽ സീഡ്സിലെ ഫാറ്റാണ്, പഠിക്കാൻ വേണ്ടിയിട്ടാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഫ്രൂട്ട്സിൽ ഫ്രക്ടോസ് ആയിട്ടാണ്. ഷുഗർ കെയിനിൽ സൂക്രോസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. പഠിച്ചല്ലോ അത്രയും. ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞ് നോക്കണം കേട്ടോ. ഇനി നമ്മൾ അടുത്തൊരു ചെറിയൊരു കാര്യം കൂടി ഇവിടെ കൊടുത്തിട്ട്, അപ്പോൾ നമ്മൾ ഫോട്ടോസിന്തസിസ് പറഞ്ഞു, സൺലൈറ്റിൻ്റെ പ്രസൻസിലാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. തൊട്ടിപ്പുറത്തൊരു കീമോസിന്തസിസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. ഇവിടെ സൾഫർ ബാക്ടീരിയയുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ഓൾ പ്രൊഡ്യൂസേഴ്സ് ഓൺ എർത്ത് ഡു നോട്ട് ഡിപ്പെൻഡ് ഓൺ സൺലൈറ്റ്. നമ്മൾ പ്രൊഡ്യൂസേഴ്സ് ആരാണ് എന്നുള്ള കാര്യം, പ്ലാന്റ്സിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ എല്ലാ ഉൽപ്പാദകരും പ്രൊഡ്യൂസേഴ്സും എന്ത് ചെയ്യുന്നില്ല? സൺലൈറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതിന് എക്സാമ്പിളാണ് സൾഫർ ബാക്ടീരിയ. സൾഫർ ബാക്ടീരിയ സീൻ ഓൺ ലാൻഡ് ആൻഡ് ഇൻ വാട്ടർ ആർ എക്സാമ്പിൾസ് ഫോർ ദിസ്. എന്തിനാ? അതായത് പ്രൊഡ്യൂസേഴ്സ് ദാറ്റ് ഡു നോട്ട് ഡിപ്പെൻഡ് ഓൺ സൺലൈറ്റിൻ്റെ എക്സാമ്പിളാണ് സൾഫർ ബാക്ടീരിയ. ഈ സൾഫർ ബാക്ടീരിയ എന്താണ് ചെയ്യുന്നത്? ദേ പ്രൊഡ്യൂസ് എനർജി ബൈ ബ്രേക്കിംഗ് ഡൗൺ കെമിക്കൽ കോമ്പൗണ്ട്സ്. സൾഫർ ബാക്ടീരിയ എന്ത് ചെയ്യും? കെമിക്കൽ കോമ്പൗണ്ട്സിനെ ബ്രേക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന എനർജി യൂസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അവർ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? കീമോസിന്തസിസ് എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കത്തില്ല, പക്ഷേ ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞേ ഉള്ളൂ കേട്ടോ. കീമോസിന്തസിസ് എന്തൊക്കെ? അതായത് കെമിക്കൽ കോമ്പൗണ്ട്സ് ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ കിട്ടുന്ന എനർജി അവർ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ
ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കീമോസിന്തസിസ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. ഇനി നമുക്ക് അപ്പോൾ നമ്മൾ ഈ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ആൻസേഴ്സ് എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റോറേജ് ഓഫ് ഫുഡ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി പ്ലാന്റ് ആണ് ലാസ്റ്റ് കൊടുത്തിട്ടുള്ള. സ്റ്റാർച്ചിൽ ട്യൂബേഴ്സ്, പ്രോട്ടീൻ ലെഗ്യൂംസ്, ഫാറ്റിൽ ഓയിൽ സീഡ്സ്, ഫ്രക്ടോസ് ഫ്രൂട്ട്സ്, സൂക്രോസ് ഷുഗർ കെയിൻ എന്നുള്ള നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മൂന്നാമത്തെ ഇൻഡിക്കേറ്ററിൻ്റെ ആൻസറാണ് കേട്ടോ. മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തത്, ഡു പ്ലാന്റ്സ് പ്രൊവൈഡ് ഓൺലി ഫുഡ് ആൻഡ് ഓക്സിജൻ? നമുക്കിനി സസ്യങ്ങളിൽ നിന്ന് നമുക്ക് ഓക്സിജന് ഫുഡ് മാത്രമേ കിട്ടത്തുള്ളൂ. ഇനി അപ്പോൾ ബാക്കി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വേറെ പ്ലാന്റ്സ് ഉണ്ടോ? അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ പടം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം എക്കണോമിക് ഇമ്പോർട്ടൻസ് ഉള്ള പ്രോഡക്റ്റ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് പ്ലാന്റ് റിസോഴ്സസിനെ കുറിച്ചാണ് നമ്മൾ അടുത്തത്. ജസ്റ്റ് 1-2, അതായത് നാണ്യ വിളകൾ ഇല്ലേ, വേറെ കാര്യങ്ങളൊക്കെ, വേറെ ഉൽപ്പന്നങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന നാണ്യ വിളകൾ, എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഏതാണ് എന്നുള്ള നാണ്യ വിളകൾ ഏതൊക്കെയാണ്? കോഫി ഉണ്ട്, ടീ, ലാറ്റക്സ്, അതുപോലെ തന്നെ കൊക്കോ, പെപ്പർ, ഇതൊക്കെ എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അല്ലേ, നാണ്യ വിളകൾക്ക് ഉദാഹരണമാണ്. മനസ്സിലായോ? അപ്പോൾ എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലാന്റ്സ് എന്താ? നാണ്യവിളകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ കൊക്കോയുടെ ഒക്കെ ഡയഗ്രമാണ്. ലാറ്റക്സ്, കോഫി, അതുപോലെ തന്നെ പെപ്പർ. അപ്പോൾ എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഏത് എന്നുള്ളത് ഒന്ന് അറിഞ്ഞു വെക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെറിയൊരു ടോപ്പിക്കാണ് ഞാൻ പറഞ്ഞത്. ഫോട്ടോസിന്തസിസിന് ശേഷം എന്തൊക്കെയാണ് കൺവേർഷൻ നടക്കുന്നത്, അത് ഓരോ പ്ലാന്റിലും എങ്ങനെയാണ്, പിന്നെ എന്താണ് കീമോസിന്തസിസ്, അതുപോലെ തന്നെ എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഏതൊക്കെയാണോ എന്നുള്ളതും കേട്ടോ. അപ്പോൾ അത്രയും ഞാൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇനി നമുക്ക് ഓഷ്യൻ്റെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇതൊരു ഒരൊറ്റ ക്ലാസ് കൂടെ ഉള്ളൂ, ഒരു ചെറിയ ടോപ്പിക്ക് മാത്രമേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഈ ഒരു ചാപ്റ്ററേ കഴിയും കേട്ടോ. അപ്പോൾ അത് എല്ലാവരും നല്ലതായിട്ട് പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോഴും ഞാൻ പറയുകയാണ്, ഫസ്റ്റ് ക്ലോറോപ്ലാസ്റ്റിൻ്റെയൊക്കെ സ്ട്രക്ചർ എന്ത് ചെയ്യുക, പഠിക്കുക. ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹരിതകണം എന്താണ്? ക്ലോറോപ്ലാസ്റ്റ്. ആ ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രക്ചറാണ് എന്ത് ചെയ്തത്, നമ്മൾ അവിടെ പഠിച്ചത്. അപ്പോൾ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും ഇതുവരെ അത് പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. പഠിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും പഠിക്കുക, ടെക്സ്റ്റ് ബുക്ക് നല്ലതായിട്ട് വായിക്കുക. അപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കാതോർത്തുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.